അപ്പോൾ ഏതായാലും നമുക്ക് ഇന്നിപ്പോൾ നമ്മുടെ രാവിലത്തെ ചായപലഹാര വിശേഷങ്ങളാണ്. ഇന്നെന്താ വെച്ചാൽ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്നത്. ചപ്പാത്തിക്ക് കറി നമ്മളിന്ന് നല്ല വറുത്തരച്ച കടലക്കറിയാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കായി. നമ്മൾ വ്യൂസ് വിത്ത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഏതായാലും രാവിലെ ഞാൻ ഇതൊക്കെ ഉണ്ടാക്കി തുടങ്ങട്ടെ. അപ്പം അമ്മ രാമായണ വായനയിലാണ്. നമുക്ക് അമ്മേൻ്റെ രാമായണ വായന എന്ന് കേൾക്കാം. രാഘവൻ മാതലിയോടരുളി ചെയ്ത് രാകുലമെന്നിയെ ചേർന്നടത്തിയിടു നീ മാതലി തേരതി വേഗേന കൂട്ടിനാൻ ഏതുമേ ചഞ്ചലമില്ലാതെ ചാത്യനും മുടി പൊടി കൊണ്ടു തുക്കു ദിക്കുമുടനിട കൂടി ചരങ്ങളും എന്തൊരു വിസ്മയം രാത്രിഞ്ചരന്റെ കൊടിമരം ഗണ്ണിച്ചു രാത്രിയിലിട്ടു ദശരഥപുത്രനും യാതുദാനാധിപൻ വാചിക തമ്മയും മാതലി തന്നെയുമേറെ എഴുതിയിടിനാൻ ശൂലമുസലങ്ങാദികളും മേൽക്കുമേലെ പൊഴിച്ചിതു രാഷ്ട്രരാജനും സായകജാലം പൊഴിച്ചവയും മുറിച്ചായോധത്തിനടുത്തിതു രാമനും ഏറ്റാമണഞ്ഞു മകന്നു വലം വെച്ചു മേറ്റാമിടം വെച്ചു മുട്ടു പിൻവാങ്ങിയും സാരഥിമാരുടെ സൗത്യ കൗശല്യവും പോരാളികളുടെ യുദ്ധ കൗശല്യവും പണ്ടു കീഴിൽ കണ്ടതില്ല നാമേ വണ്ണ ഉണ്ടാകയുമില്ലി വണ്ണാമിനിമേലിൽ എന്നു ദേവാദികളും പുകഴ്ത്തിയിടിനാൻ നമ്മ നന്നെന്നു തെളിഞ്ഞിതു നാരദൻ പൗരത്യരാഘവൻ മാതൊഴികാൻ കയ ത്രൈലോക്യവാസികൾ ഭീതി പൂണ്ടിയിടിനാൻ പാതാമടങ്ങി മറിഞ്ഞിതു സൂര്യനും മേദിനി താനും വിറച്ചിതു പാരമായി പാതോനിധിയുമിളകി മറിഞ്ഞിതു പാതാളവാസികളും നടുങ്ങിയിടിനാൻ അമ്പുതിയോട് നിർത്തിയിടും മമ്മരത്തോട് നിർത്തിയിടിനും രാഘവ രാവണ യുദ്ധത്തിനു സമം രാഘവ രാവണ യുദ്ധമൊഴിഞ്ഞില്ല കേവലമിങ്ങനെ നിന്നു പുകഴ്ത്തിനാം ദേവാദികളും അന്നേരത്തു രാഘവൻ രാത്രിഞ്ചരന്റെ തലയെന്നറുത്തുടൻ രാത്രിയിലിട്ടാനതു നേരം അപ്പോഴേ കൂടെ മുളച്ചു കാണായിതവൻ തല കൂടെ മുറിച്ചു കളഞ്ഞു രണ്ടാമതും ഉണ്ടായതപ്പോഴതും പിന്നെ രാഘവൻ ഗണ്ണിച്ചു ഭൂമിയിലിട്ടാനരക്ഷണാൽ ഇത്തം മുറിച്ചു 101 തലകളെ പൃഥ്വിയിലിട്ടു രഘുകുല തത്തമൻ. നമുക്ക് ഇന്ന് ചപ്പാത്തി കടലക്കറിയാണ്. വെളുത്ത കടലയാണ്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ തേങ്ങ വറുത്തരച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് കറി ഉണ്ടാക്കുന്നത്, അത് കഴിഞ്ഞിട്ടാണ് ചപ്പാത്തി. അപ്പോൾ തേങ്ങ ഇനി ആദ്യം ഒന്ന് വറക്കാം. ഇനിയിപ്പോൾ തേങ്ങ വറക്കണം. അപ്പോൾ ഏതായാലും തുടങ്ങാം നമുക്ക്. ഇപ്പോൾ തേങ്ങ, ചെറിയ ഉള്ളി, കറിവേപ്പില അതൊക്കെ ഉണ്ട് വഴറ്റിയിട്ട് പിന്നെ അതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് മല്ലിപ്പൊടിയാണ്. ഇതൊന്നുണ്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് മല്ലിപ്പൊടി ചേർക്കണം. എന്നിട്ട് അതും ചേർത്തിട്ട് നല്ല പോലെ തന്നെ മൂപ്പിച്ചെടുക്കുകയാണ്. നല്ല വഴറ്റി എടുക്കണം. ഇതിപ്പോൾ നമ്മൾ വറുത്തരച്ച കടലക്കറിയാണ്. പിന്നെ വറുത്തരയ്ക്കുമ്പോഴാണ് അതിൻ്റെ രുചി കൂടുതൽ. ഇനിയിപ്പോൾ ഇത് നല്ലപോലെ ആയിട്ടുണ്ട്. നമുക്ക് അരച്ച് വെക്കണം. ഇനിയിപ്പോൾ നമ്മൾ കറിക്കുള്ള മറ്റ് ചേരുവകൾ, കടലക്കറിക്ക് ഉള്ളിക്കിഴങ്ങ്, തക്കാളി അത് അതിലേക്കുള്ളതാണ്. തോലൊക്കെ ചെത്തി നമുക്ക് അത് നുറുക്കി അതും കൂടി ചേർക്കാണ്ട്. പിന്നെ നമുക്ക് കടലയാണ് തലേ ദിവസം വെള്ളത്തിൽ നല്ലപോലെ കുതിർത്തിട്ടാണ്, വെള്ളക്കടലയാണ് നമ്മൾ ഇന്നെടുക്കുന്നത്. അത് നല്ല രസമാണ്, കറിക്ക് പറ്റിയതാണ്. കടല ഇവിടെ ഉണ്ട്. വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് നമ്മൾ ഇനി കടല അത് കുക്കറിലാണ്. പിന്നെ മറ്റ് ചേരുവകളും കഷ്ണങ്ങൾ. പിന്നെ അപ്പോൾ അതിലേക്ക് നമുക്ക് മുളക് പൊടി, എരുണ്ടായിക്കോട്ടെ കുറച്ച്, അപ്പോൾ മഞ്ഞൾപ്പൊടി, പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, ഉപ്പ്, വെള്ളം, ഇത് നമുക്ക് വേവിച്ചെടുക്കണം. അപ്പം അമ്മ രാവിലെ തന്നെ വായന കഴിഞ്ഞ് വന്ന് ഇന്നൊരു വെയിലൊക്കെ ഉള്ള ദിവസമാണ്. ചെറിയ ഉള്ളി അതിലേക്ക് വറവിടാൾ അത് ഒക്കെ ഒന്ന് നന്നാക്കിക്കണം അമ്മ.
നല്ല തെളിഞ്ഞ ദിവസമാണ് കാലാവസ്ഥ. അപ്പോൾ ഇത് ഒരു നല്ല പോലെ ഒരു 10 വിസിലറ്റ് കുക്കിയുണ്ട്. അരച്ച് വെച്ചത് ഇവിടെ ഉണ്ട്. അപ്പോൾ നല്ല പോലെ വന്നതാണ്. ഇനി അതിലേക്ക് നമുക്ക് അരച്ച് വെച്ചത് ഇറക്കാം. കുറച്ചൊരു വെള്ളത്തോടു കൂടിയാണ് വെക്കുന്നത് ഞങ്ങൾ, കാരണം ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ഊണിനുള്ള കറി കൂടിയാണിത്. അപ്പോൾ കുറച്ച് വെള്ളത്തോടു കൂടിയാണ്. കറിവേപ്പിലിട്ടു. അതല്ലെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കുറച്ചാലും കുഴപ്പമൊന്നുമില്ല, ഒന്നും കൂടി കുറുകിയിട്ട് വരും. എന്നാൽ തന്നെ കഴിക്കാൻ നേരത്തേക്ക് കുറുകും. വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി വറവിട്ടു. നമ്മളെ കറി ഇവിടെ റെഡിയായി. ഇനിയിപ്പോൾ ചപ്പാത്തീൻ്റെ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് നമുക്ക് പരത്തിയെടുക്കാനുള്ളതാണ്. അപ്പോൾ അത് ഇപ്പോൾ വെറുതെ ഇങ്ങനെ ഒരു ഉണ്ടയാക്കി മാറ്റിയിട്ട് പിന്നെ വേണം പരത്തിയെടുക്കാൻ. ഇനിയിപ്പോൾ ഇത് നോക്കാം. പിന്നെ അങ്ങനെ പരത്തിയെടുക്കണം. പിന്നെ ചപ്പാത്തി ആക്കാമെന്ന് വിചാരിച്ചു. പൂരിയാണെങ്കിലും പറ്റും, ഇതൊക്കെ നല്ലതാണ് ഈ കടലക്കറിക്ക്. പക്ഷേ നാൾ പൂരി ഇപ്പോൾ 2-3 ദിവസം മുമ്പ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതുകൊണ്ട് ചപ്പാത്തി ആക്കാം. ചപ്പാത്തി അങ്ങനെ നമ്മളങ്ങനെ ഓരോന്ന് ചുട്ടെടുക്കുകയാണ്. ഞങ്ങൾക്ക് പിന്നെ വെച്ചാൽ കുറച്ചൊരു കട്ടിയിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഇഷ്ടം. പിന്നെ കറിയായി, പിന്നെ ചപ്പാത്തി, ചായ ഒക്കെ ഇവിടെ റെഡി. ഇനി ആരും ചായ കഴിക്കാം. അപ്പോൾ ചായ കഴിക്കായി അമ്മയ്ക്ക്. ഇങ്ങനെ 2 ചപ്പാത്തിയാണ്. എനിക്ക് പിന്നെ വെച്ചാൽ കറി ഒഴിക്കുന്നതിൻ്റെ മുമ്പൊക്കെ ഒന്ന് മുറിച്ചൊക്കെ ഒന്ന് ചെറുതാക്കി ഇങ്ങനെ ഇടണം. ഇനിയിപ്പോൾ കറി ഒഴിച്ചു കൊടുക്കാം. ഇത് പിന്നെ ചൂടാറി വരുന്നേ ഉള്ളൂ കറി. ഒന്നും കൂടി നല്ലപോലെ ചൂടാറി കഴിഞ്ഞാൽ പിന്നെ നല്ലതുകൊണ്ട് ഒന്നുകൂടി കുറുകി വരും കറി. അപ്പോൾ ചൂടോടുകൂടി തന്നെ ആയതുകൊണ്ടേ. അപ്പം അങ്ങനെയാണ് ഇന്നത്തെ രാവിലത്തെ ചായ പലഹാരം. ഇത് ഇപ്പോൾ എനിക്ക് കഴിക്കാനാണ്. ഇപ്പം ഇനി ഉച്ചയ്ക്ക് ഊണിനും കൂടിയുള്ള കറിയാണിത്. അതാണ് ഇങ്ങനെ കുറച്ച് കറി അധികം ഉണ്ടാക്കിയത്. നല്ല കറിയാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കായി. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം.